നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇന്ത്യൻ ക്രിക്കറ്റ് കളിക്കാരുടെ ഇപ്പോഴത്തെ ശമ്പളത്തെക്കുറിച്ചാണ് പറയുന്നത്. BCCIയുടെ 2024-25 വർഷത്തേക്കുള്ള കളിക്കാരുടെ വാർഷിക കരാറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചില പ്രധാന കളിക്കാരുടെ ശമ്പളം എത്രയാണെന്ന് നോക്കാം. BCCI കളിക്കാർക്ക് നൽകുന്ന വാർഷിക പ്രതിഫലം നിശ്ചയിക്കുന്നത് അവർ ഉൾപ്പെടുന്ന ഗ്രേഡ് അനുസരിച്ചാണ്. പ്രധാനമായിട്ടും 4 ഗ്രേഡുകളാണ് ഉള്ളത്: A+, A, B പിന്നെ സിയും. A+ ഗ്രേഡ് ഇത് ഏറ്റവും ഉയർന്ന ഗ്രേഡാണ്. എല്ലാ കളികളുടെ ഫോർമാറ്റിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കളിക്കാർക്ക് മാത്രമുള്ളതാണ് ഈ ഗ്രേഡ്. 2024-25 വർഷത്തിൽ ഈ ഗ്രേഡിൽ ഉൾപ്പെടുന്ന കളിക്കാർ ഇവരാണ്: രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ജസ്പ്രീത് ബുംറ, രവീന്ദ്ര ജഡേജ. ഇവർക്ക് ഓരോരുത്തർക്കും പ്രതിവർഷം ലഭിക്കുന്നത് 7 കോടി രൂപയാണ്. അടുത്തത് A ഗ്രേഡ്. ഈ വിഭാഗത്തിൽ വരുന്നത് എല്ലാ ഫോർമാറ്റുകളിലും ടീമിന് അത്യാവശ്യമായ കളിക്കാരാണ്. പക്ഷേ ഇവർ എല്ലാ മത്സരങ്ങളിലും കളിക്കണമെന്നില്ല. ഈ വർഷം A ഗ്രേഡിലുള്ള കളിക്കാർ ഇവരാണ്: മുഹമ്മദ് സിറാജ്, KL രാഹുൽ, ശുഭ്മാൻ ഗിൽ, ഹാർദിക് പാണ്ഡ്യ, മുഹമ്മദ് ഷമി, ഋഷഭ് പന്ത്. ഇവർക്ക് ഓരോരുത്തർക്കും കിട്ടുന്നത് 5 കോടി രൂപയാണ്. B ഗ്രേഡ്. ഈ ഗ്രേഡിൽ സാധാരണയായി 1-2 ഫോർമാറ്റുകളിൽ പ്രധാന പങ്കുവഹിക്കുന്ന കളിക്കാരാണ് ഉണ്ടാകാറ്. B ഗ്രേഡിലുള്ള കളിക്കാർക്ക് പ്രതിവർഷം ലഭിക്കുന്നത് 3 കോടി രൂപയാണ്. ഈ ഗ്രേഡിൽ ഉൾപ്പെടുന്നവർ സൂര്യകുമാർ യാദവ്, കുൽദീപ് യാദവ്, അക്സർ പട്ടേൽ, യശസ്വി ജയ്സ്വാൾ, ശ്രേയസ് അയ്യർ എന്നിവരാണ്. C ഗ്രേഡ്. ഇത് താരതമ്യേന താഴെയുള്ള ഗ്രേഡാണ്. പുതിയതായി വരുന്ന കഴിവുള്ള കളിക്കാരെയും ചില പ്രത്യേക പരമ്പരകളിൽ മാത്രം കളിക്കുന്നവരെയും ഈ ഗ്രേഡിലാണ് ഉൾപ്പെടുത്തുന്നത്. C ഗ്രേഡിലുള്ള കളിക്കാർക്ക് പ്രതിവർഷം 1 കോടി രൂപയാണ് ലഭിക്കുന്നത്. 19 കളിക്കാർ C ഗ്രേഡിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവരിൽ ചിലർ റിങ്കു സിംഗ്, തിലക് വർമ്മ, ഋതുരാജ് ഗേക്വാദ്, സഞ്ജു സാംസൺ, ഇഷാൻ കിഷൻ. കൂടാതെ പുതിയതായി വരുൺ ചക്രവർത്തി, നിതീഷ് കുമാർ റെഡ്ഡി, ഹർഷിത് റാണ, അഭിഷേക് ശർമ്മ എന്നിവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാർഷിക ശമ്പളം കൂടാതെ ഓരോ കളിക്കും കളിക്കാർക്ക് വേറെയും തുകകൾ ലഭിക്കും. ഒരു ടെസ്റ്റ് മത്സരം കളിച്ചാൽ 15 ലക്ഷം രൂപ കിട്ടും. ഒരു ഏകദിന മത്സരം കളിച്ചാൽ 6 ലക്ഷം രൂപയാണ് ഫീസ്. ഒരു T20 മത്സരം കളിച്ചാൽ 3 ലക്ഷം രൂപ ലഭിക്കും. ഇതാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ കളിക്കാരുടെ ഇപ്പോഴത്തെ ശമ്പളത്തിന്റെ ഏകദേശ രൂപം. അവരുടെ കഠിനാധ്വാനത്തിനും ഇന്ത്യയിൽ ക്രിക്കറ്റിനുള്ള വലിയ സ്വീകാര്യതക്കുമുള്ള അംഗീകാരമാണിത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.